പ്രൈസ് ദി ലോർഡ്. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവവചനത്തിൽ നിന്ന് പുതിയ മന്ന പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 23-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 27-23. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പ്രിയരെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കപ്പൽ യാത്രയിൽ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് 27-ാം അധ്യായത്തിനകത്ത് വിശദീകരിച്ചിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ വണ്ണം പ്രതികൂലങ്ങൾ ഭയങ്കരമായി എഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു. കപ്പലിനകത്തുണ്ടായിരുന്ന മുഴുവൻ പേരും ഭയപരവശരായി മരണത്തെ മുഖാമുഖം കണ്ട് കരങ്ങളിലുള്ളതെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മരിക്കുമെന്നുള്ള ആകുലതയോടെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പൗലോസ് എഴുന്നേറ്റു. ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളൊരു ആലോചന ഇതാണ്: മുഴുവൻ പേരും തീരുമെന്നും അവസാനിക്കുമെന്നും മരണമെത്തിയെന്നും പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് പറയുവാൻ മറ്റൊരു സന്ദേശമുണ്ടായിരിക്കും. എന്നും എപ്പോഴും ലോകം പറയുന്നതായിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്നവരും ദൈവമുഖത്തേക്ക് നോക്കുന്നവരും പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും അങ്ങനെ തന്നെ ആയിത്തീരാം. പ്രതിസന്ധികൾ നിറഞ്ഞൊരു യാത്ര, കപ്പലിന് നേരെ കൊടുങ്കാറ്റടിച്ച് കയറുന്ന സമയം. ഈ തിരുവചന ഭാഗം നമ്മൾ വായിച്ചാൽ 27-ാം അധ്യായം 20-ാം വാക്യം എഴുതിയിരിക്കുന്നത്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രതീക്ഷയില്ലാതെ നിരാശയിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ തിരുവചനം എഴുതിയിരിക്കുകയാണ്, അതിൻ്റെ നടുവിൽ വ്യത്യസ്തമായി ഒന്ന് പറയുന്നതാണ് പൗലോസിന്റെ വാക്കുകൾ. നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ പേരും, കൂട്ടുകാരിലുള്ള മുഴുവൻ പേരും, ബന്ധുക്കളും നാട്ടുകാരും ഡോക്ടേഴ്സും ലോകവും പറയുന്നത് ആയിരിക്കരുത് പ്രാർത്ഥിക്കുന്നവർക്ക് പറയാനുള്ളത്. മുഴുവൻ പേരും സാഹചര്യത്തിനെ വിലയിരുത്തിക്കൊണ്ട് കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പ്രിയരെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ കണക്ക് കൂട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നവനല്ല ദൈവത്തിൻ്റെ പൈതൽ. രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഏത് കഷ്ടതയുടെ നടുവിലും, എത്ര വലിയ കൊടുങ്കാറ്റടിച്ച് കപ്പൽ ഇളകി നിലനിൽപ്പ് ഇല്ല എന്ന് തോന്നിയാലും അപ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ധാരാളം വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിലനിൽപ്പിനെ പോലും ബാധിക്കത്തക്ക നിലയിൽ പ്രശ്നങ്ങൾ വല്ലാതെ പിടിച്ച് പ്രതിസന്ധികളെ ഇളക്കി വിട്ട്
വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ആലോചന പറയുകയാ. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. ഈ വാക്യത്തിലൊക്കെ പൗലോസ് അതാണല്ലോ പറയുന്നത്. ആമേൻ. ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് രക്ഷപ്പെടുവാനും പുറത്തു വരുവാനും സാധ്യതയില്ലാത്ത സ്ഥാനത്ത് അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. ഈ രാവിലെ ഞാൻ അവിടെ നിർത്തി ഒരാലോചന പറയാം. ആരടച്ചാലും, ഏതധികാരി അടച്ചാലും, ഏത് രാജാവ് അടച്ചാലും, ഏത് കോടതി അടച്ചാലും തുറക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എല്ലാ വഴികളും അടഞ്ഞവരുണ്ടോ? സകല വാതിലുകളും അടയപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്നവരുണ്ടോ? തുറക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആ വാക്യം അപ്പോസ്തല പ്രവൃത്തിക്ക് നമ്മൾ അകത്ത് വായിക്കുമ്പോൾ ഒരു വാതിൽ തുറന്നു എന്നല്ല, നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നു. ജീവിതത്തിന്റെ ഏത് കടുകട്ടിയായ അനുഭവങ്ങളിലും ഇറങ്ങി വന്ന് ചിലത് തുറന്ന് പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാ നാം സേവിക്കുന്നത്. ഈ വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നു, ഈ ആടുന്ന കപ്പലിനകത്ത് പ്രതീക്ഷയില്ലാതെ രാത്രിയും പകലും തിരിച്ചറിയുവാൻ കഴിയാത്ത ജീവിത അനുഭവത്തിനകത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് പ്രത്യേകിച്ച് ആരും വരാനില്ലാതിരിക്കുമ്പോൾ, നമുക്കറിയാം തകരുന്ന കപ്പലിൽ ആരും കയറുവാൻ ഇഷ്ടപ്പെടാറില്ല. പൗലോസ് പറയുന്നു, ദൂതൻ ദൂരെ നിന്ന് ഇടപെട്ടു, സംസാരിച്ചു എന്നല്ല പറയുന്നത്. ആമേൻ. ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന, തകരുമെന്ന് വിശ്വസിച്ചിരുന്ന കപ്പലിനകത്ത് കിടക്കുന്ന തന്റെ ജനത്തിന്റെ അടുക്കലേക്ക്, ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ രാത്രിയിൽ എന്റെ അടുക്കൽ ദൂതൻ വന്നു. ആമേൻ. എത്ര ആടുകയും വലയുകയും ചെയ്യുന്ന അനുഭവമാണെങ്കിലും അപ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ അടുക്കൽ വരുന്ന ദൈവത്തെ, ഏതോ പുണ്യസ്ഥലത്തും ഏതോ തീർത്ഥാടന കേന്ദ്രത്തിനകത്തും പള്ളിയുടെ അൽത്താരയിലും വെളിപ്പെടുന്ന ഒരു ദൈവത്തെയല്ല തിരുവചനം പറയുന്നത്. രാത്രിയുടെ 4-ാം യാമത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ കടലിളകി, തിരമാലകൾ അടിച്ചു കയറി, ആവുന്നത് മുഴുവനും ചെയ്ത് പരാജയപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വെള്ളത്തിന്റെ മീത് നടന്ന് അടുക്കലേക്ക് ചെല്ലുന്ന യേശുവിനെ കാണുവാനായി കഴിയും. പ്രിയരെ, എത്ര വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എങ്കിലും ഇന്ന് പകൽ പ്രത്യാശിക്കുവാൻ വകയുണ്ട്. കാരണം ദൈവം തന്റെ ദൂതനെ അയച്ച് ഒരു വിടുതൽ നൽകി തരുവാൻ പോകുന്നു. നമുക്കത് വിശ്വസിക്കാം. പൗലോസ് പറയുന്നു, ഈ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു, എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ വരെ കേട്ടുകൊണ്ടിരുന്നത് പ്രത്യാശയില്ലാത്ത വാക്കുകളാണെങ്കിൽ, രക്ഷപ്പെടത്തില്ല എന്നുള്ള ശബ്ദമായിരുന്നെങ്കിൽ, പ്രിയരെ, അന്ന് രാത്രി പൗലൂസിന്റെ കാതുകളിൽ മറ്റൊരു ശബ്ദം വീഴുകയാണ്. പൗലൂസേ, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. ആമേൻ. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ പൗലൂസിനോട് ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ 24-ാം വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഭയപ്പെടരുത്. ഈ കാറ്റ് കണ്ടിട്ട്, ഈ കടലിളകുന്നത് കണ്ടിട്ട്
പടക് തകരുന്നത് കണ്ടിട്ട് ഭയപ്പെടരുത്. ഇന്ന് രാവിലെ ഇറങ്ങി വരുന്നവന് പറയുവാനുള്ള ആലോചന ഇതാണ്: ഭയപ്പെടുത്തുന്ന ദൈവമല്ല, ഭയപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവമാണ്. ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭയപ്പെട്ട് ഭാരത്തോടെ ഇരുന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ ദൈവാത്മാവിന് നിങ്ങളോട് പറയുവാനുള്ള ആലോചന ഇതാണ്: ഭയപ്പെടരുത്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രതിസന്ധി നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രത്യാശയറ്റിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുന്നവൻ. രണ്ടാമത്തെ കാര്യം, ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ദൈവം. നിശ്ചയമായിട്ടും നമ്മുടെ നാളകളെ അറിയുന്ന ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാമോ? നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും അലച്ചിലുകൾ, അസ്വസ്ഥതകൾ, ഉത്കണ്ഠകൾ, ഭയങ്ങൾ, നിരാശകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വെളിപ്പെടട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും, ലക്ഷ്യസ്ഥാനങ്ങളിൽ ദൈവം എത്തിക്കും. അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.